ഹായ് ഓൾ. ഒത്തിരി പേര് കമൻസിലൂടെയും മെസ്സേജസിലൂടെയും എല്ലാം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് LDC 2024 വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാവുന്ന. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് 2021 LDC മെയിൻ ലിസ്റ്റിലാണ് ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ എന്നെ സഹായിച്ച എൻ്റെ സ്റ്റഡി മെത്തേഡ്സും ഞാൻ ഫോളോ ചെയ്തിരുന്ന ബുക്സുകളും ഇതെങ്ങനെ എൻ്റെ എക്സാം പെർഫോമൻസിനെ ബാധിച്ചു എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങളുടെ സ്റ്റഡിയിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിട്ടേക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു PSC കൺസിസ്റ്റൻ്റ് ആയിട്ട് PSC തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലായിരുന്നു. ബിക്കോസ് ഞാൻ കൂടുതലും ആദ്യമേ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന SSCയിലാണ്. എപ്പോഴെങ്കിലും ഒരു PSCയുടെ മെയിൻസ് കിട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മെയിൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ആ ഒരു സമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു PSC പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു മെയിൻസ് വരുന്നത് KS മെയിൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാൾ പഠിച്ചു, ബട്ട് എനിക്കത് കിട്ടിയില്ല. ദെൻ അടുത്ത് വരുന്നത് LDC മെയിൻസ് ആണ്. അപ്പോൾ LDC മെയിൻസിന് ഞാൻ ഫോളോ ചെയ്തിരുന്നൊരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ സമയത്ത് ഒരു പാറ്റേൺ ചേഞ്ച് പറ്റി കൃത്യമായൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ PSC പഠിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു 10th LDC വേരിയസിന് ഇപ്പോൾ ഒരു SCRT ട്രെൻഡാണ്. അത് SCRT ഫോക്കസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പം SCRT പഠിക്കുന്നത് എന്താണ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ SCRT പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ SCRT ടെസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇത് വായിക്കാൻ ഒത്തിരി സമയമെടുക്കും. ഈ 5 തൊട്ട് 10 വരെ എനിക്ക് അത്രയും ഒരു ക്ഷമയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു ഷോർട്ട് ഹാൻഡ് ബുക്ക് പോലത്തെ SCRT ചാപ്റ്റേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പല പബ്ലിക്കേഷൻസ് ബുക്സുകൾ ഇറക്കാറുണ്ടല്ലോ, അതിലേതെങ്കിലും മേടിക്കാം. പക്ഷേ അവിടെയും എനിക്കൊരു ട്രസ്റ്റ് ഇല്ലായിരുന്നു. കാര്യം ഈ ഒരു പുസ്തകം വായിച്ചാൽ മതിയോ, ആ ഒരു പുസ്തകത്തിലെല്ലാം കവർ ചെയ്യൂ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു SCRT ടെക്സ്റ്റ് എടുത്തിട്ട് ഒരു ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചു. എന്നിട്ട് അതിൽ നിന്ന് പോയിന്റ്സ് എല്ലാം നോട്ട്സ് ആക്കി വെച്ചു. എന്നിട്ട് സെക്കൻഡ് ചാപ്റ്റർ വായിച്ചു, എന്നിട്ട് നോട്ട്സ് ആക്കി വെച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല ടൈം കൺസ്യൂമിങ് ആണ്. ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുന്നത് ഭയങ്കര മെനക്കെടുതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ഈ ഒരു ബുക്കിൻ്റെ ഫോട്ടോ ഒരു ഫ്രണ്ടിൽ നിന്ന് മേടിച്ചു, ഈ ഒരു പബ്ലിക്കേഷൻ്റെ ഫോട്ടോ. എന്നിട്ട് ഞാൻ ഇതുവരെ കമ്പയർ ചെയ്തു. ഞാൻ നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്സ് എല്ലാം ഇതിലുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ ഇത്രയും സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത നോട്ട്സിനേക്കാൾ പോയിന്റ്സ് ഈ ഒരു പബ്ലിക്കേഷനിലുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് ബുക്കുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ വായനയിലിടയിൽ മിസ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് കണ്ട പോയിന്റ് പോലും അവർ എടുത്ത് പറയുന്നുണ്ട്, അത് പോയിന്റ് ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇത് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയവും ലാഭിക്കാം, അത്യാവശ്യം പോയിന്റ്സും കിട്ടും, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് കിട്ടുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുസ്തകം മേടിച്ചു. ആ പുസ്തകത്തിനെ വളരെ ട്രസ്റ്റ് ചെയ്ത് പഠിച്ചു. അതായത് കാര്യം, ആ ഒരു പുസ്തകം എന്നെ എന്തായാലും ഞാൻ SCRT കവർ ചെയ്യുന്നതിന് തുല്യമാക്കും എന്നുള്ളൊരു ട്രസ്റ്റിലാണ് ഞാൻ ആ പുസ്തകം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി മാത്രമായിരുന്നില്ല, ഒരു കമ്പൈൻ സ്റ്റഡി കൂടിയായിരുന്നു. ആദ്യമേ ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നത്, ഞാനും എൻ്റെ ഫ്രണ്ടുമായിരുന്നു ഫോളോ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, PSCയിൽ ഈ ജനറൽ എക്സാമിന് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഐ മീൻ, ഇതുപോലെ ഞാൻ SSC ആണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്കാരി HSST ആണ് ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നത്. അപ്പോൾ ജനറൽ എക്സാം PSCയിൽ വലിയൊരു ഗ്രാഹ്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റി പഠനത്തിൽ. സോ അതും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പഠിച്ചു തുടങ്ങിയത്, ഡേ ടൈമിൽ ഫുൾ SCRT ഫോക്കസ് ചെയ്തു. SCRT കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആദ്യം കമ്പൈൻ സ്റ്റഡി ജസ്റ്റ് വായനയിലായിരുന്നു. പക്ഷേ ഈ വായന ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തു, വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ടൈം ഒരാൾക്ക് കൊടുക്കും, 2 ഇൻഡിവിജ്വലിനും കൊടുക്കും. എന്നിട്ട് ആ ഒരു 15 മിനിറ്റ്സിന് ശേഷം രണ്ടുപേരും ഡിസ്കസ് ചെയ്യും. 10 മിനിറ്റ്സ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദെൻ അതുപോലെ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സ്, 2 മിനിറ്റ്സ്. ചില ചാപ്റ്റേഴ്സൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത്രയും സമയം അതിനനുസരിച്ച് അനുപാതികമായി കുറച്ചു അത് പഠിച്ചു. അങ്ങനെ ഒത്തിരി ചാപ്റ്റേഴ്സ് ഡേ ടൈമിൽ കവർ ചെയ്യാൻ സാധിച്ചു. നൈറ്റ് ടൈമിൽ ഫുൾ ഇൻഡിവിജ്വൽ സ്റ്റഡി അല്ലെങ്കിൽ റിവിഷന് വേണ്ടി മാറ്റി വെച്ചു. അതായത് നൈറ്റ് ടൈമിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ പഠിച്ച ചാപ്റ്റേഴ്സ് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് രാവിലെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ പഠിക്കാനും പറ്റി. ഒപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നിയ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും പറ്റി. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റഡി മുന്നോട്ട് പോയത്. ദെൻ ഇതിൽ സ്ട്രോങ് ആൻഡ് വീക്ക് സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും എനിക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. ബിക്കോസ് SSC എക്സാം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാത്സും ഇംഗ്ലീഷും സ്ട്രോങ് ആയിരുന്നു. ബട്ട് എനിക്ക് വീക്കായിട്ട് തോന്നിയത് മലയാളം പോർഷനായിരുന്നു. മലയാളം ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ മലയാളം കൂടുതൽ പഠിക്കാൻ ഇതിനോടൊപ്പം തന്നെ മലയാളം പഠിക്കാൻ ട്രൈ ചെയ്തിരുന്നു. ദെൻ ഈ പഠനത്തിൽ വരുത്തിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ ഒരു ജനറൽ എക്സാംസിലും വലിയൊരു ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ സിലബസിൽ ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. SCRT പഠിക്കാൻ എൻ്റെ ഫ്രണ്ട് ഉപദേശിച്ച പോലെ SCRT ഫുൾ പഠിച്ചു. പക്ഷേ SCRT പഠിക്കേണ്ടാത്ത കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതും പഠിച്ചു. അപ്പോൾ ഒരുപാട് സമയനഷ്ടം ഉണ്ടായി. ആവശ്യമില്ലാത്ത കുറേ ചാപ്റ്റേഴ്സും ഇരുന്ന് പഠിച്ചു. അപ്പോൾ അങ്ങനെ കുറേ സമയനഷ്ടം ഉണ്ടായപ്പോൾ എനിക്ക് സയൻസിലെ കുറേ പോർഷൻസ് പഠിക്കാനുള്ള സമയം നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ മിസ്റ്റേക്ക് വരും. അപ്പോൾ സയൻസ് കുറേ കവർ ചെയ്തില്ല. ഒപ്പം തന്നെ ഈ സയൻസ് കുറേ കവർ ചെയ്യാത്ത തന്നെ അതിൽ നിന്നും കുറേ മാർക്കുകൾ മിസ്സായി. മാത്രമല്ല എനിക്ക് സയൻസ് അത്യാവശ്യം പാടുമായിരുന്നു. ഈ 10th ലെവൽ സയൻസ്, 9th സയൻസ് ഒക്കെ അത്യാവശ്യം ഒത്തിരി ടഫായിരുന്നു. അതും എൻ്റെ മിസ്റ്റേക്കുകളും വീക്ക്നെസ്സും ആയിരുന്നു. ദെൻ എക്സാം ഹാളിൽ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിലും ഈ ഒരു മുൻവിധി ഭയങ്കരമായിട്ട് ഒരു അബദ്ധങ്ങളിൽ കൊണ്ടെത്തിച്ചു. അതായത് ഇപ്പോൾ LDC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 മാർക്ക് 90 മാർക്ക് ഇല്ലെങ്കിൽ നോക്കണ്ട എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മാക്സിമം അറ്റംപ്റ്റുകൾ വരുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് വന്നു. ഓവറായിട്ട് 24 നെഗറ്റീവുകൾ വന്നു. സോ അതെൻ്റെ മാർക്കിനെ ഒത്തിരി ബാധിച്ചു. ദെൻ അപ്പോൾ മുൻവിധികളും നെഗറ്റീവുകളും എക്സാമിനെ ബാധിച്ചൊരു കാര്യമാണ്. പക്ഷേ എന്നെ എക്സാമിനെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു SCRT ഫോക്കസ് ചെയ്തത്. SCRT എന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ കോൺഫിഡൻസ് നല്ലോണം കൂടി. ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്കറിയാവുന്നത് മാത്രം വന്നു. അറിയുന്നത് തുടക്കത്തിൽ തന്നെ ഒത്തിരി വന്നു. അപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് വന്നു. ദെൻ റിവിഷൻ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻസിൽ എനിക്കൊരു ഡൗട്ട് ഇല്ലായിരുന്നു. അത്യാവശ്യം അങ്ങനെ കുത്താൻ പറ്റി. എനിക്ക് നെഗറ്റീവ് അടിച്ച പോർഷൻസ് കൂടുതലും സയൻസിൻ്റെ പോർഷനാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പഠിക്കാതിരുന്ന പോർഷൻസ് ആണെന്നുള്ളതായിരുന്നു. പഠിച്ച പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ മിസ് ചെയ്തില്ല എന്നുള്ളത് എൻ്റെ കോൺഫിഡൻസ് കൂട്ടി. ഇതായിരുന്നു ഒരു എക്സാം ഹാളിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സാം ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പഠനത്തിലും നമുക്ക് മിസ്റ്റേക്കുകൾ വരും, ഒപ്പം തന്നെ എക്സാം ഹാളിൽ മിസ്റ്റേക്സ് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഒരു റാങ്ക് മേക്കർ ആവണം അല്ലെങ്കിൽ റാങ്ക് ഹോൾഡർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ ഞാനൊരു ഗുഡ് റാങ്ക് മേടിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്താണ് നമുക്ക് വേണ്ടതെന്ന് അറിഞ്ഞ് പഠിക്കണം. അതായത് സിലബസിനെ കുറിച്ച് കൃത്യമായൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് SCRT പഠിക്കണം എന്ന് പറയുമ്പോൾ SCRT മാത്രം പഠിച്ചാൽ പോരാ. കാര്യം SCRT ഇല്ലാത്ത കാര്യങ്ങളും സിലബസിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇമ്പോർട്ടൻ്റ് ആക്ട്സുകളും കാര്യങ്ങളും അത് നമ്മൾ പുറത്തുനിന്ന് പഠിക്കണം. എന്നാൽ SCRTയിലുള്ള എല്ലാം പഠിക്കണോ? അത് വേണ്ട. കാര്യം SCRTയിൽ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ദെൻ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇപ്പോൾ റിവിഷനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇപ്പോൾ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് തോന്നരുത്. കാര്യം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് അടിക്കും. അപ്പോൾ ഡൗട്ട് തോന്നാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം നമ്മൾ മുമ്പ് കണ്ടിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡൗട്ട് തോന്നത്തില്ല. കാര്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൾറെഡി കണ്ടിട്ടുണ്ട്, നമ്മളിത് വർക്ക് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് അടിക്കണം, ചിലപ്പോൾ പോസിറ്റീവ് അടിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലിത് പതിയും. ദെൻ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മുൻവിധികൾ പാടില്ല. ബിക്കോസ് മുൻവിധികളുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്ര കട്ട് ഓഫ്, ഇപ്പോൾ നമ്മൾ ഡിഗ്രിയിലെ എക്സാം നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഓരോരുത്തർ എക്സാമിനെ ഫേസ് ചെയ്യുന്നത് ഇത്രയാവും കട്ട് ഓഫ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻവിധി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നെഗറ്റീവ് അടിക്കും. നമുക്ക് എക്സാം കാണുമ്പോഴത്തേക്ക് ആ ഒരു എക്സാം ഹാളിൽ നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്കാണ് നമ്മുടെ മാക്സിമം മാർക്ക്. അതാണ് നമ്മുടെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് റാങ്ക് ആയിരിക്കും നിങ്ങൾക്ക്. അത് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ ഇത്ര മാർക്ക് ആകുന്ന മുൻവിധിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുക. സോ ഇതാണ് എനിക്ക് ഈ ഒരു എക്സാമിൻ പ്രിപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഡേറ്റ് PSC. താങ്ക് യു ഓൾ.